രണ്ട് പ്രമുഖ നേതാക്കള് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായിട്ട് ജയിലിൽ കിടക്കുക. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുക. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് അത് LDF അതിനായിട്ടുള്ള വലിയ പ്രചാരണ ആയുധമായിട്ട് മാറി. തോൽവിയുടെ ഒരു മുഖ്യ കാരണമായിട്ട് അത് മാറി. ആ സാഹചര്യത്തില് ഈ CPM നേതാക്കളിൽ നിന്ന് ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടുന്നതിന്, വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു, ഈ കേസിൽ കൊണ്ടുവരേണ്ടിയിരുന്നു ഗവൺമെന്റിന്. അതുവരെ ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന അന്വേഷണ സംഘം സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ ഏതാണ്ട് ഭേദപ്പെട്ട രീതിയിൽ അന്വേഷണം നടത്തിയിരുന്ന ഈ സംഘത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ പെട്ടെന്ന് മന്ദീഭവിക്കുന്നത്, അതിന്റെ വേഗത കുറയും നമ്മൾ കണ്ടു. അങ്ങനെയാണ് തന്ത്രിയും മറ്റും പ്രതിസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്, പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി. അതായിരുന്നു അവരുടെ ഉദ്ദേശം, ഗവൺമെന്റ് ഉദ്ദേശം. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇപ്പോഴത്തെ മന്ത്രി വാസവനിലേക്കും അന്വേഷണം നീങ്ങരുത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഇതിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്നാണ് അവർ കരുതിയത്. ഏതോ അല്പജ്ഞാനികള് പറഞ്ഞു കൊടുത്തൊരു ഉപദേശമാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ആ ജാമ്യവിധിയുടെ ഉള്ളടക്കം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് കോടതി ചോദിക്കുന്നു. ഒരു കാരണവും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തില് CPM-നെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു പുതിയ ചർച്ചാ വിഷയം കൂടെ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്തിന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ, ശബരിമലയിൽ വിശ്വാസമുള്ളവരുടെ, അവർക്കൊക്കെ ആദരണീയനായ തന്ത്രിയെ, കണ്ഠരര് രാജീവരെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. അത് പ്രതികാരം തീർക്കാനായിരുന്നില്ലേ? ആ ചോദ്യം ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. സ്വർണ്ണ കവർച്ചയ്ക്കൊപ്പം ഇത് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ഒന്നിച്ചു നിൽക്കുന്ന 2-3 ചിത്രം കാണിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പോറ്റി നിൽക്കുന്ന പടം മറച്ചു വെച്ചിട്ട് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ മുമ്പില് മറ്റൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് രൂപപ്പെട്ടു വന്നിരിക്കുക, ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് തീർന്നിരിക്കുകയാണ്. ഏതോ അല്പജ്ഞാനികളുടെ ഉപദേശം സർക്കാർ അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചതിന്റെ ഫലമായത്. ഇതുവഴി എന്താ സംഭവിച്ചത്? ഈ കോടതി വിധി വഴി, അതായത് അദ്ദേഹത്തിന് ജാമ്യം നൽകുക വഴി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത തകർന്ന് തരിപ്പണമായിരിക്കുക കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. വലിയ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ അർപ്പിച്ചിരുന്ന ഒരു അന്വേഷണ സംഘമാണ്. ഇപ്പൊ പറയുന്നു, ഈ അന്വേഷണ സംഘം തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് കോടതി തന്നെ പറയുകയാണ്. ഇതിൽ പരം ഒരു പ്രതിച്ഛായ നഷ്ടം ഒരു പോലീസ് അന്വേഷണ സംഘത്തിന് മറ്റെന്താണ് ഉണ്ടാകാനുള്ളത്? ആർക്കോ വേണ്ടി, രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി അന്വേഷണത്തിൽ വെള്ളം ചേർത്തു എന്ന് ഇപ്പോൾ ആളുകൾ ധരിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ ജാമ്യ വിധിക്കെതിരായിട്ട്, അല്ലെങ്കിൽ ജാമ്യം നൽകിയ കൊല്ലം വിജിലൻസ് കോടതിയുടെ ചില പരാമർശങ്ങൾ നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി, അതായത് തെളിവൊന്നും ഇല്ലാതെയാണ്, തെളിവിന്റെ കണിക പോലും ഇല്ലാതെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ ഹൈക്കോടതി പോകുന്ന പറയുന്നത്. അതിന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്ന ഒരു ന്യായമുണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചായിരുന്നോ? അതായത് തന്ത്രിക്കെതിരായിട്ട് ഞങ്ങളുടെ പക്കൽ ധാരാളം തെളിവുകളുണ്ട്, ഞങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പോക്കറ്റ് വെച്ചിരിക്കുക. ഒരു ജാമ്യ ഹർജിയൊക്കെ വരുമ്പോൾ അതെല്ലാം കൂടി എടുത്ത് അങ്ങോട്ട് തരേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങള്, ശകലം കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ എല്ലാ തെളിവുകളും ഹാജരാക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങളുടെ ഭദ്രമായിട്ട് വെച്ചിരിക്കുക ഞങ്ങള് പ്രത്യേക അന്വേഷണ സംഘം. അതിപ്പോ പുറത്തെടുക്കത്തില്ല, പിന്നെ എടുക്കത്തുള്ളൂ. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘമേ കുറഞ്ഞപക്ഷം നിങ്ങൾ പ്രതിയായി കണ്ട് അറസ്റ്റ് ചെയ്ത ആളിന് ജാമ്യം നിഷേധിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളെങ്കിലും നിങ്ങൾ കോടതിയിൽ ഹാജരാക്കേണ്ടതല്ലേ? കോടതി എന്താ പറഞ്ഞത്? നോട്ട് ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്ന്, കണിക പോലും ഇല്ലെന്ന തെളിവിന്റെ. ഏത് കോടതിയാണ് ജാമ്യം കൊടുക്കാതിരിക്കുക? ജാമ്യം കൊടുത്തതിന്റെ കാരണം പറയുമ്പോൾ ഒരു തെളിവില്ല എന്ന് ഏത് കോടതിയാണ് പറയാതിരിക്കുക? ഈ പരാമർശം നീട്ടിക്കിട്ടാനാണോ നിങ്ങൾ ഇനി ഹൈക്കോടതിയിൽ പോകുന്നത്? കുറഞ്ഞപക്ഷം അദ്ദേഹത്തെ ജാമ്യം നൽകി പുറത്തുവിടാതിരിക്കുന്നതിന് ആവശ്യമായ മിനിമം തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം എടുത്ത് ആ കോടതിയിൽ നിന്ന് ഹാജരാക്കേണ്ടതായിരുന്നില്ലേ? ഇപ്പൊ പരാമർശം നീക്കാൻ ഹൈക്കോടതിയിൽ പോവുകയോ പരാമർശങ്ങൾ നീട്ടിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ കാര്യം. പക്ഷെ നിങ്ങൾ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട്, പ്രതിച്ഛായയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അന്വേഷണ സംഘമായിട്ട് മാറിയിരിക്കുന്നു എന്ന കാര്യം മറക്കരുത്. സങ്കടമുണ്ട് വാസ്തവത്തില് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. പലവട്ടം ഈ അന്വേഷണ സംഘം നീതിപൂർവ്വം പ്രവർത്തിക്കും, ന്യായമായി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളാ. ഈ പന്തിയിലും പറഞ്ഞതാ പലവട്ടം. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമാണ്. വാസ്തവത്തില് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നങ്ങള് എന്തിനാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതെന്നുള്ളതാ. പഴയ പ്രതികാരം തീർക്കാനായിരുന്നില്ലേ? അതാണ് ഒന്നാമത്തെ ഒരു വാദം. തന്ത്രി തന്നെ അത് കോടതിയില് ആ വാദം പറഞ്ഞിട്ടുണ്ട്. യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ പിന്നെ
എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രം തുറന്നു വയ്ക്കണം എന്ന കാര്യത്തിലുമൊക്കെ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തോടെ നിലപാടിനോട് യോജിച്ചു നിൽക്കാതിരുന്നതിന്റെ പേരിൽ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയതിന്റെ പേരിലുള്ള പ്രതികാരം ആയിരുന്നില്ലേ എന്നുള്ളത്. പക്ഷേ CPM അല്ലെങ്കിൽ ഗവൺമെന്റ് ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ തെളിവുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം വീണ്ടും വീണ്ടും ശബരിമലയിലെ തന്ത്രിയെ അധിക്ഷേപത്തിന് വിധേയനാക്കുന്നത് അത് ശബരിമലയെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാവുകയില്ലേ എന്നൊരു സംശയം ഇവിടെ ഉയരുന്നുണ്ട്. അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. രാഷ്ട്രീയമായ റിപ്പർക്കഷൻസ് ഉണ്ടാക്കാവുന്ന കാര്യമാണ്. നിങ്ങളെ യുവതികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ ഒരു ലക്ഷ്യം അതായിരുന്നു. ശബരിമലയ്ക്ക് ഈ പറയുന്ന വലിയ പ്രാമാണികത്വമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രാധാന്യം, അതിനെ ഒന്ന് ഇല്ലാതാക്കുക എന്നൊരു അജണ്ട നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവിടെ സ്വർണ്ണ കവർച്ച നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന് നേതൃത്വം കൊടുത്തത് നിങ്ങളുടെ നേതാക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. കവർച്ചയുടെ പ്രധാന പ്രതികൾ അവരാണ്. അതിന് പകരം തന്ത്രിയെ കുടിയിൽ വലിച്ചിട്ടത് വഴി പോട്ടെ, അത് അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചത് എന്നങ്ങ് സമ്മതിക്കാം. പക്ഷേ ജാമ്യം കിട്ടി നിൽക്കുന്ന അദ്ദേഹത്തിനെതിരായിട്ടൊരു തെളിവ് പോലും SIT ഹാജരാക്കിയിട്ടില്ലെന്ന് കോടതി പറയുമ്പോൾ അദ്ദേഹത്തെ പെരുങ്കള്ളൻ 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 എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൂടെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായി മാറും. അങ്ങനെ വലിയൊരു വിഭാഗം ചിന്തിക്കുമെന്നുള്ളത് എന്തുകൊണ്ട് CPM അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാരോ ചിന്തിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഇതൊക്കെ കണ്ടും കേട്ടിരിക്കുന്ന ജനങ്ങള്, വിശ്വാസികളും ഭക്തരുമടക്കമുള്ള ആളുകള് വളരെ ആശങ്കയോടുകൂടിയാണ് ഈ രീതിയിലുള്ള സമീപനത്തെ കാണുന്നത്. കേസിന്റെ മെറിറ്റിൽ കാര്യങ്ങൾ നടക്കട്ടെ, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അതില് വലിയ തോതില് രാഷ്ട്രീയം കുത്തിച്ചെലുത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ സ്വകാര്യ അജണ്ടകൾ നടപ്പാക്കിയെടുക്കുന്നതിനാണ് ഗവൺമെന്റും CPMഉം ആലോചിക്കുന്നതെങ്കിൽ ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് നടക്കാൻ പോകുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ നഷ്ടമുണ്ടാക്കുക തന്നെ ചെയ്യും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വീണ്ടും നിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആയുധമായിട്ട്, മാരക പ്രകരശേഷിയുള്ള ആയുധമായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.